ഹായ് ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മളിന്ന് സ്കൂൾ തുറക്കാൻ പോവുകയില്ലേ, അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോവുകയാണ്. അതുകൂടാതെ രണ്ടാളുടെ സ്കൂളിലേക്ക് പോകുന്നുണ്ട്. പിന്നെ എനിക്ക് ഒന്ന് ഹോസ്പിറ്റലിൽ കാണിക്കണം, അതിന് വേണ്ടിയിട്ടൊക്കെ പോവാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്തിട്ട് നിങ്ങളൊരു വീഡിയോ ആക്കി കാണിക്കാമെന്ന് കരുതി. പിന്നെ കുറച്ച് നാളായിട്ട് ഒരു കഴുത്ത് വേദനയാണ് കേട്ടോ. അപ്പോൾ ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചിട്ട് മാറ്റമില്ല. അപ്പോൾ നമ്മൾ ആയുർവേദത്തിലോട്ട് മാറ്റി പിടിക്കാമെന്ന് കരുതിയിട്ട് വന്നതാണ്. അങ്ങനെ നമ്മൾ ആയുർവേദ ഹോസ്പിറ്റലിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇത് ഗവൺമെൻറ്റിൻ്റെ തന്നെയാണ് കേട്ടോ. അങ്ങനെ അവിടെ നമ്മൾ ഡോക്ടറെയൊക്കെ കണ്ടു, മരുന്നൊക്കെ വാങ്ങി. പിന്നെ കഷായം കുടിപ്പിക്കാൻ കെട്ടിയോണ്ട് നല്ല താല്പര്യമാണ് കേട്ടോ. അതുകൊണ്ട് വെറുതെ പറഞ്ഞ കേട്ടോ. നല്ല ഇവിടുന്ന് ഞാൻ മുമ്പ് മരുന്ന് വാങ്ങി കഴിച്ചിട്ടുണ്ട്, അപ്പോൾ നല്ല മാറ്റമുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ വീണ്ടും ഇവിടെ തന്നെ വരാമെന്ന് കരുതിയത്. അങ്ങനെ വന്നു മരുന്നൊക്കെ വാങ്ങി കേട്ടോ. കുറച്ച് ഇവിടുന്ന് ഫ്രീ ആണ് കേട്ടോ. അത് കഴിഞ്ഞ് ബാക്കി നമ്മൾ ഒരൈറ്റം ഗുളിക പുറത്തുനിന്ന് ഇവിടെ വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ വാങ്ങിയിട്ട് നമ്മൾ നേരെ ജാനുട്ടിയുടെ സ്കൂളിലാണ് പോയത്. അപ്പോൾ ഇവിടെ വന്നതിൻ്റെ ഉദ്ദേശം വേറൊന്നുമല്ല, അവൾക്ക് യൂണിഫോം വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് വാങ്ങണമായിരുന്നു. മുമ്പ് ഞാൻ ഷോർട്സിൽ ഒരിക്കൽ ഇവിടുത്തെ വീഡിയോസൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ട് ഇവിടുത്തെ കുറച്ച് നൊസ്റ്റു അടിക്കുന്ന കുറച്ച് ബിൽഡിങ്ങൊക്കെ ഉണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ പഴമ അതെനിക്ക് വളരെ ഇഷ്ടമാണ്. പിന്നെ യൂണിഫോമൊക്കെ വാങ്ങി. അത് കഴിഞ്ഞ് മോൻ്റെ സ്കൂളിൽ പോയി അവന് കുറച്ച് ടെക്സ്റ്റൊക്കെ വാങ്ങി. കാറ് കയറിയ പാടെ പഠിത്തമാണ്. സ്കൂൾ തുറക്കുമ്പോൾ ഈ പഠിത്തമൊന്നും ഉണ്ടാവില്ലെന്നതാണ് മറ്റൊരു സത്യം. അങ്ങനെ അതൊക്കെ വാങ്ങിയിട്ട് നമ്മൾ നേരെ വീട്ടിലേക്കാണ് വന്നത്. വന്ന് പിന്നെ ചോറ് കഴിക്കാനുള്ള സമയമായതുകൊണ്ട് ചോറ് കഴിച്ചിട്ട് അടുത്തതാ കൊടുക്കടാന്നോടെയാണ്. ഇനിയാണ് നമ്മൾ യഥാർത്ഥത്തിൽ സ്കൂളിലത്തേക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങാൻ പോകുന്നത്. അങ്ങനെ ഫുഡ് കഴിക്കാതെ വന്ന ഇതിനകത്ത് കയറിയാൽ പിന്നെ നമുക്ക് ഇന്ന് ഇരുട്ടി വെളുത്താൽ ഇറങ്ങാൻ പറ്റില്ല എന്നറിയാവുന്നത് കൊണ്ട് നമ്മളത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇങ്ങോട്ടേക്ക് വന്നത്. അങ്ങനെ ജാനുട്ടി വന്ന പാടെ ചെരുപ്പ് നോക്കി വന്ന കേട്ടോ. രാമചന്ദ്രനിലാണ് വന്നത്. ചെരുപ്പ് നോക്കിയപ്പോൾ അവൾ മുമ്പ് ഒരെണ്ണം കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നേ, അതിപ്പോൾ വന്നപ്പോൾ കണ്ടില്ല. അത് തപ്പി നടക്കുകയാണ്. ഇതാ ഈ പൂച്ച മീൻ മണത്ത് നടക്കൂല, അതുമാതിരി ഇങ്ങനെ നടക്കുകയാണ്. പക്ഷേ ആ ചെരുപ്പ് കിട്ടിയില്ല. അതുകൊണ്ട് അവൾക്ക് ചെരുപ്പ് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ടും കൂടെ ഈ സ്കൂൾ സെക്ഷനിൽ വന്നപ്പോൾ ആന കരിമ്പ് കാട്ടി കയറുന്ന പോലെ ആയിരുന്നു കേട്ടോ. ഏറ്റവും കൂടുതൽ കൺഫ്യൂഷനായത് ഏത് ബോക്സ് എടുക്കുമെന്നുള്ളതായിരുന്നേ. അങ്ങനെ അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. ഇത്തവണ ബാഗ് വാങ്ങുന്നില്ല കേട്ടോ. ബാഗ് കഴിഞ്ഞ തവണ വാങ്ങിയത് ഇരിപ്പുണ്ട്. അതുകൊണ്ട് നമ്മൾ ബാഗ് അങ്ങ് ഒഴിവാക്കിയിട്ട് ബാക്കി വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ ബില്ലിട്ട് വാങ്ങിയിട്ട് നമ്മൾ അടുത്ത സെക്ഷനിലോട്ട് പോയി കേട്ടോ. അപ്പോഴത്തേക്കും കുറച്ച് വീട്ടിലിടാനുള്ള ഡ്രസ്സൊക്കെ പിള്ളേർക്ക് എടുക്കണമായിരുന്നു. അങ്ങനെ അതും കൂടെ ഇപ്പം രാമചന്ദ്ര വന്നതുകൊണ്ട് എല്ലാം ഒരു കിടക്കീഴിൽ നമുക്ക് കിട്ടും കേട്ടോ. ഈ ക്യാമറ ഓണായിരുന്ന കാര്യം ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഞാൻ അലേർട്ട് അല്ലെങ്കിലും എൻ്റെ ക്യാമറ കണ്ണുകൾ രാമചന്ദ്രനിലെ മുക്കും മൂലയെ അരിച്ച് പറക്കിയെടുക്കുന്നുണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ അവിടെ നിന്നും കുറച്ച് ഡ്രസ്സൊക്കെ പിള്ളേർക്ക് ഇങ്ങനെ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അതൊക്കെ വാങ്ങി കഴിഞ്ഞ കൊല്ലവും നമ്മളിവിടെ വന്നിട്ടാണ് കേട്ടോ സ്കൂളിലേക്ക് വേണ്ട പർച്ചേസൊക്കെ നടത്തിയത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എല്ലാം ഇവിടെ നിന്ന് തന്നെ വാങ്ങാൻ പറ്റും കേട്ടോ. സ്കൂളിലത്തേക്കുള്ളതും ഡ്രസ്സും ബാക്കിയുള്ള എല്ലാ സംഭവം ഇവിടെ കിട്ടുന്നുണ്ട്. ഇപ്പം വേറെ എവിടെ പോകത്തില്ല, ഇവിടെ തന്നെയാണ് കേട്ടോ സ്ഥിരം വരാറ്. ഇതിനെയൊക്കെ കൊണ്ടുവന്നാൽ ഇതുപോലെ ഇരിക്കും കണ്ടില്ലേ. കയ്യിലൊരു കീ ചെയിന് അവിടെ നിന്ന് അടിവുണ്ടാക്കി വാങ്ങിയതാണ് കേട്ടോ ഈ ഒരെണ്ണം. അവൾക്കൊരു ജിയോമെട്രിക് ബോക്സ് വാങ്ങി. അത് അവനിപ്പോൾ ഉപകാരം ഇല്ലെങ്കിലും അതവന് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ മനസ്സിലാവില്ല. അവൻ പിന്നെ അത് കീ ചെയിനിൽ ഒതുക്കി അതിൻ്റെ പകരത്തിന്. പിന്നെ ജാനൂട്ടിയുടെ അടുത്ത് വീഡിയോ എടുത്തു തരാൻ പറഞ്ഞപ്പോൾ രാമചന്ദ്രക്കാർക്ക് ഒരു ഫ്രീ ആയിട്ടുള്ള പ്രൊമോഷൻ വീഡിയോ അവൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. അവിടുത്തെ കിഡ്സ് സെക്ഷനിലുള്ള ഡ്രസ്സൊക്കെ അവൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഇതൊന്നും ഞാൻ കണ്ടതല്ലായിരുന്നു. വീഡിയോ എഡിറ്റ് ചെയ്യാൻ സമയത്ത് നോക്കിയപ്പോൾ ഇതൊക്കെ കിടക്കണം. പിന്നെ അവൾ കഷ്ടപ്പെട്ടെടുത്തതല്ലേ, നമ്മൾ എന്തിനാ വെറുതെ കളയണേ. അങ്ങനെ അതും കൂടെ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ അവിടുത്തെ കളക്ഷൻസാണ്, കിഡ്സ് സെക്ഷനിലുള്ളതാണ്. അങ്ങനെ നമ്മളതൊക്കെ വാങ്ങി എല്ലാം കൊണ്ട് വണ്ടിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളൂ, അത്യാവശ്യം വേണ്ടത് അത് കുറച്ച് സാധനങ്ങളൊക്കെ അങ്ങ് വാങ്ങി. പിന്നെ നമ്മൾ നേരെ പോയത് ഒരു ഷാർജ കുടിക്കാനാട്ടോ. കുറച്ച് ദിവസം കൊണ്ട് രണ്ടാളും പിണങ്ങണുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ആ പരാതിയും കൂടെ അങ്ങ് തീർത്ത് കൊടുത്തു. അങ്ങനെ നമ്മൾ അതിൻ്റെ അടുത്ത് തന്നെ ഉള്ളൊരു ഷോപ്പിലാണ് കേട്ടോ വന്നത്. അവിടെ നിന്ന് നമ്മളങ്ങനെ ഷാർജ കുടിക്കാൻ വന്നതാണ് കേട്ടോ. നമ്മൾ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് കഴിക്കണമെന്ന് പറഞ്ഞ് പോയാലും അവസാനം ഈ ഷാർജയിൽ അങ്ങ് ഒതുക്കും കേട്ടോ. അപ്പം ഞങ്ങൾ മൂന്നാളും സമൂസ പറഞ്ഞത് ഈ ഒരു സാധനം മുട്ട പപ്സ്, അതിനകത്തിരിക്കുന്ന ഒരു മുട്ടയുടെ പീസ് കിട്ടാൻ കരുതിയാണ് ഈ മുട്ട പപ്സ് ഓർഡർ ചെയ്യണത് കേട്ടോ. അങ്ങനെ അവനെക്കാളും വലിയൊരു കുത്തബ് മിനാർ പോലത്തെ ക്ലാസ് കിട്ടിയപ്പോൾ എണീറ്റ് നിന്നാണ് കേട്ടോ കുടിക്കുന്നത്. അങ്ങനെ എൻ്റെ ഷാർജയും വന്നിട്ടുണ്ട്. ഇതെൻ്റെ ഒരു വീക്ക്നെസ്സാണ് കേട്ടോ. എന്തൊക്കെ മാറ്റി പിടിക്കണമെന്ന് നോക്കിയാൽ ഈ ഒരു ഐറ്റം മാറ്റിയെടുക്കാൻ തോന്നത്തില്ല. എപ്പോഴും ആ ഷാർജയിൽ അങ്ങ് നിൽക്കും. അതെന്താണെന്നറിയില്ല. എത്രയൊക്കെ മാറ്റി വാങ്ങണമെന്ന് വിചാരിച്ചാൽ ഈ ഒരു അഡിഷൻ മാറില്ല. അങ്ങനെ ഇന്നത്തെ ഈ ഒരു ദിവസം അങ്ങനെ തീർന്നു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോഴേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സി യു. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.